എല്ലാവരും എന്നോട് കുറെ പേര് ചോദിച്ചിട്ടുണ്ട് എന്റെ ട്വിൻ സിസ്റ്ററിനെ ഒന്ന് കാണിക്കുന്നു. ഞങ്ങളില്ലേ പണ്ട് ഇത് കൂടെ സ്കൂൾ വിട്ടിട്ട് വരിക. ഞാൻ പറഞ്ഞില്ലേ അന്ന് ഞാൻ കനാലിൽ ഒളിച്ചു പോകാന്ന് തോന്നുന്നു, അത് ഈ കനാലാണ് കേട്ടോ. ഞങ്ങള് പണ്ട് നടന്നു വന്നിരുന്നാണ് നല്ല എല്ലാവരും എന്നോട് കുറെ പേര് ചോദിച്ചിട്ടുണ്ട് എന്റെ ട്വിൻ സിസ്റ്ററിനെ ഒന്ന് കാണിക്കുമെന്ന് കേട്ടോ. ഇതാണ് ആ മുതൽ കേട്ടോ. ഞങ്ങൾ പണ്ട് സ്കൂൾ വിട്ട് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. കനാല് അപ്പുറത്ത് മെയിൻ റോഡ് കേട്ടോ. ഇതിൽ കൂടെ വരുമ്പോ നല്ല പേടിയാവും. ഫസ്റ്റ് ഒക്കെ നമുക്ക് നല്ല പേടിയായിട്ടോ. പേടിയൊന്നും ഇല്ല ഞങ്ങൾക്ക്. ഇപ്പൊ ഞങ്ങക്ക് ഒരു പേടിയില്ല, വേണമെങ്കിൽ ചാടും ഞങ്ങൾ. അയ്യോ ഞങ്ങൾക്ക് കൊറേ മെമ്മറീസ് ഉണ്ട് കുട്ടിക്കാലത്ത് കേട്ടോ. ഇവിടെയൊക്കെ ഇങ്ങനൊന്നുമില്ല, കാട് പോലെ ഇവിടെ ഇഷ്ടംപോലെ സൈഡിലൊക്കെ കുറേ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു കാര്യം എനിക്ക് പറയുന്നുണ്ട്, പണ്ട് നടന്നു വരുമ്പോ ഈ കമ്പി ഇവിടെ ഒരു കമ്പി ഇവിടെ ഹാഫ് ഉണ്ടാവുള്ളൂ, അതുകൊണ്ട് മര്യാദക്ക് ഇരുന്നില്ല ഇതിനോട് തള്ളി താഴെ ഇടും എന്നൊക്കെ പറയുന്നത്. പുതിയ കമ്പി ആയതുകൊണ്ട് അടിപൊളിയാണ്. ഇപ്പൊ ഒരു പേടി നമുക്ക് തോന്നാനില്ല കേട്ടോ. അയ്യോ ഇപ്പുറത്ത് നിറയെ ഒഴുക്കാണ് കേട്ടോ. നമുക്ക് നല്ല ഒഴുക്കാണ് വെള്ളത്തിന്. പണ്ട് ഞങ്ങൾ എല്ലാരും ഇവിടെ വന്നിരുന്ന് ഫോട്ടോ ഒക്കെ. പിന്നെ കുറെ പേര് ചോദിച്ചിട്ടുണ്ട്, എനിക്കൊരു അനിയത്തിയും കൂടി ഉണ്ട് കേട്ടോ. അവളെയും കൂടി കണ്ടിട്ട് ആണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ അവളെയും കൂടി പരിചയപ്പെടുത്തി തരാം കേട്ടോ. വരൂ കുട്ടി വരൂ. പക്ഷെ നിങ്ങൾ വിചാരിക്കും ഇതെന്റെ ചേച്ചിയാണ്, പക്ഷെ അല്ല കുട്ടി, ഇതെന്റെ അനിയത്തിയാണ്. അനിയത്തി എല്ലാരും ചോദിച്ചു. ഇവള് കേട്ട് കേട്ട് അവൾക്ക് ആദ്യമൊക്കെ വിഷമം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ഒരു വിഷമമില്ല കേട്ടോ. ഞങ്ങളുടെ കുഞ്ഞനിയത്തിയാണ്. പണ്ട് കുഞ്ഞായിരുന്നു, ഇപ്പൊ ഇച്ചിരി വലുതായിരുന്നുള്ളൂ. പണ്ട് കുഞ്ഞായിരുന്നു, ഇപ്പൊ കുറച്ച് വലുതായിരുന്നുള്ളൂ. അതാണ് നമ്മള് കുഞ്ഞനിയത്തിയാണ് കേട്ടോ. ഞാൻ ഒരു മേമയുടെ മോളെ ഞാൻ കാണിച്ചു. ഇതാണ് മേമയുടെ മോൾ. ഇത് നേഴ്സാണ് കുട്ടി, നേഴ്സ്. ഇവനാണ് ഞങ്ങൾക്ക് വീഡിയോ എടുത്തു തരുന്നത്. മാഷാണ്. വെറും 19 വയസ്സുള്ളൂ, പക്ഷെ വലിയ 23, 22 വയസ്സുള്ള കുട്ടികളെ പഠിപ്പിക്കുന്ന മാഷാണ് അവൻ. ഇത് അവന്റെ തലതെറിച്ച ചേച്ചിയാണ്. പോയിക്കോട്ടെ. എന്റെ അച്ഛൻ എവിടെ വന്നാലും ഇരിക്കപ്പെടുന്നില്ല കേട്ടോ. എപ്പോഴും വിളിച്ചോണ്ടിരിക്കും. ഞങ്ങൾ ഈ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോ അച്ഛൻ വിളിച്ചോണ്ടിരിക്കും. പോവാ പണിയുടെ വീട്ടിലേക്ക് വന്നിരിക്കാൻ കേട്ടോ. എനിക്ക് ഇവിടെ കുറേ ഓർമ്മകളുണ്ട്. എന്താന്ന് ഞാൻ കാണിച്ചു തരാം. ഈ സ്ഥലത്ത് കേട്ടോ, ഈ സ്ഥലത്ത് ഞങ്ങള് പണ്ട് സ്കൂളിലേക്ക് പഠിക്കുമ്പോൾ ഒരു 4ാം ക്ലാസ് 5ാം ക്ലാസ് കേട്ടോ, സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ നടന്നു വരുമായിരുന്നു. തേനീച്ചക്കൂട്ടം അങ്ങനെ ഞങ്ങൾ വന്ന് ആക്രമിച്ചു. ഞങ്ങൾ ഒറ്റ ഓട്ടം വെച്ച് കൊടുത്ത്. അതാണ് എനിക്ക് ഇവിടെ അന്ന് കുറേ കാട് പോലത്തെ കുറേ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കുറേ ഓർമ്മകളുണ്ട്. പിന്നെ വേറെ ഒരു സംഭവങ്ങൾ കൂടി കേട്ടോ. കുറേ പേര് നോക്കണം, അതുകൊണ്ടിരിക്കുന്നതാണ്. ഇത് അവിടുത്തെ ഒരു അയ്യപ്പൻ്റെ അമ്പലം കേട്ടോ. ഇത് കുഞ്ഞ അമ്പലമായിരുന്നു. ഞങ്ങൾ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്നു. തീരെ ചെറുതായിരുന്നു. ഇപ്പോൾ അത് വലിയ അമ്പലമായി. ഇതൊക്കെ നേരാക്കി വലിയൊരു അമ്പലമായി. നല്ല രസമുണ്ട് കേട്ടോ. അമ്പലത്തിലൊക്കെ പോയിരിക്കുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു സന്തോഷമാണ്. അപ്പോൾ അമ്പലത്തിലൊന്നും കയറിയില്ല കേട്ടോ. ഞങ്ങളൊന്ന് വെറുതെ പുറത്തു നിന്ന് ഇങ്ങനെ തൊഴുതു. ഞങ്ങൾ ചെറുപ്പം തൊട്ടേ അമ്മയുടെ വീട്ടിൽ നിന്നാണ് കേട്ടോ പഠിച്ചത്. ഞങ്ങൾ രണ്ടുപേരും ആർക്കും അങ്ങനെ തിരിച്ചറിയാനൊന്നും പറ്റില്ല. ചെറുപ്പത്തിൽ തീരെ എനിക്ക് തോന്നുന്നത് ആർക്കും തിരിച്ചറിയാൻ പറ്റില്ല. ഇപ്പോൾ വലുതായപ്പോൾ പിന്നെയും നമുക്ക് നന്നായിട്ട് അറിയണവർക്കൊക്കെ നമ്മളെ നന്നായിട്ട് അറിയാം കേട്ടോ. ഇപ്പോഴാണെങ്കിൽ എനിക്ക് കുറച്ച് ഷോർട്ട് ഹെയറും അവൾക്ക് ലോങ് ഹെയറാണ്. ഞാൻ മുടി വെട്ടി പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ മൂക്ക് കുത്തിയിട്ടുണ്ട്, ഞാൻ മൂക്ക് കുത്തിയിട്ടില്ല കേട്ടോ. അതുകൊണ്ടൊക്കെ കുറേ പേർക്ക് പെട്ടെന്ന് മനസ്സിലാവും. പിന്നെ പണ്ടൊന്നും സ്കൂളിൽ പഠിക്കുമ്പോൾ ടീച്ചേഴ്സിനൊന്നും അറിയില്ല കേട്ടോ. അവർ എന്നോട് എന്നോട് ക്വസ്റ്റ്യൻ ചോദിച്ചു, നാളെ എന്നോട് തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കും. അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ സ്കൂളിലും കോളേജിലൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ ഇരുന്നപ്പോൾ കനാലിൽ കൂടെ ഒക്കെ ഒന്ന് പോയി പഴയ ഓർമ്മകളൊക്കെ ഒന്ന് അഴവിറക്കാമെന്ന് പറഞ്ഞിട്ട് പോയതാണ് കേട്ടോ. നല്ല രസമുണ്ട് ആ പാലും തോടൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു വെറുതെ ഒരു വീഡിയോ എടുക്കാമെന്ന്. അങ്ങനെ എടുത്ത വീഡിയോസാണ് കേട്ടോ. പിന്നെ ഞങ്ങളുടെ കുട്ടികൾക്കും ചെറുപ്പത്തിൽ മനസ്സിലാവില്ല. രണ്ടുപേരും ഒരാളിലൊക്കത്ത് ചാടി കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിപ്പോവും. 2 അമ്മമാരാണെന്നൊക്കെ പിള്ളേർ വിചാരിച്ചിട്ടുണ്ടാവും കേട്ടോ. എൻ്റെ കുട്ടികളും വിചാരിച്ചിട്ടുണ്ട്, അതുപോലെ അവളുടെ കുട്ടി വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അവളുടെ കൊച്ചാണെങ്കിൽ എൻ്റെ അടുത്ത് വരും, വേറെ ആരുടെ അടുത്തും അങ്ങനെ പോവില്ല. എൻ്റെ അടുത്ത് അവളുടെ അടുത്ത് കൂടുതൽ വരിക. അപ്പോൾ ശരി, അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം. ബൈ ബൈ, ടാറ്റാ, ബൈ ബൈ, സീ യു.